ഗാന്ധിജി എവിടെയാണ് ജനിച്ചത്? പോർബന്ദർ, പോർബന്ദർ ഏത് സംസ്ഥാനത്താണെന്നറിയാം? ഗുജറാത്ത്. ഗുജറാത്തിൽ അല്ലേ? പോർബന്ദറിന്റെ പഴയ പേര് സുദാമാപുരി എന്നാണ്. ഗാന്ധിജി ജനിച്ചത് പോർബന്ദറിലാണെങ്കിലും അദ്ദേഹം സ്കൂളൊക്കെ പോയത് വേറൊരു സ്ഥലത്താണ്. ആ സ്ഥലത്തിന്റെ പേരറിയാം? ഇല്ല. രാജ്കോട്ട്. ഓക്കെ, രാജ്കോട്ട് കേട്ടോ. ഗാന്ധിജി ഏത് വർഷമാണ് ജനിച്ചത്? 1869 1869 ഏത് ദിവസം? ഒക്ടോബർ 2. ഒക്ടോബർ 2 അല്ലേ? ഈ ഒക്ടോബർ 2 ഇന്ത്യയിലെ വേറൊരു പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ്, അറിയാം? ഇല്ല. ലാൽ ബഹാദൂർ ശാസ്ത്രി. ലാൽ ബഹാദൂർ ശാസ്ത്രി. ഈ ഒക്ടോബർ 2 ഒരു ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ഐക്യരാഷ്ട്ര സംഘടന, അതറിയാം? ഇല്ല. അഹിംസാ ദിനം. അഹിംസാ ദിനം. അന്താരാഷ്ട്ര അഹിംസാ ദിനം കേട്ടോ. അന്താരാഷ്ട്ര അഹിംസാ ദിനം. ഗാന്ധിജിന്റെ അച്ഛന്റെ പേരെന്താ? കരംചന്ദ് ഗാന്ധി. കരംചന്ദ് ഗാന്ധി അല്ലേ? കരംചന്ദ് ഗാന്ധിക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, എന്താ? അറിയില്ല. കാബ ഗാന്ധി. കാബ ഗാന്ധി. ഗാന്ധിജിന്റെ യഥാർത്ഥ പേരെന്താ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലെങ്കിൽ MK ഗാന്ധി അല്ലേ? ഗാന്ധിജിയുടെ മാതാവിന്റെ പേരെന്താ? പുതലിബായി. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെ എത്രാമത്തെ സന്താനമാണ് ഗാന്ധിജി? നാലാമത്തെ അല്ലേ? അതായത് ഗാന്ധിജിക്ക് 3 സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നു. ഗാന്ധിജിനെ ചെറുപ്പകാലത്ത് ഒരു ഓമന പേരിൽ വിളിച്ചിരുന്നു, എന്താണെന്നറിയാം? മോനിയ. മോനിയ. ഗാന്ധിജിന്റെ ചെറുപ്പകാലത്തിൽ അദ്ദേഹം കണ്ട 2 നാടകങ്ങൾ, അല്ലെ അദ്ദേഹത്തിനെ വല്ലാണ്ട് സ്വാധീനിച്ച 2 നാടകങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എൻ്റെ പേരറിയാം? ഹരിശ്ചന്ദ്ര, ശ്രാവണ, പിതൃഭക്തി. ഹരിശ്ചന്ദ്രയും അതായത് ശ്രാവണകുമാരൻ്റെ കഥയും രാജാ ഹരിശ്ചന്ദ്രൻ്റെ കഥയും, ഇത് 2 നാടകങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടർ വന്നിട്ട് ക്ലാസ്സിലെല്ലാ കുട്ടികളും ശരിയാക്കുകയും ഗാന്ധിജി മാത്രം ഒരു വാക്ക് തെറ്റിക്കുകയും ചെയ്തു. ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ടും ഗാന്ധിജി അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ട് തെറ്റിച്ച് തന്നെയാണ് എഴുതിയത്. ആ വാക്ക് ഏതാണെന്നറിയാം? കെറ്റിൽ. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്താ? കസ്തൂർബ. ഗാന്ധിജി എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്? 13ാമത്തെ. 13ാമത്തെ വയസ്സിൽ. 1883 അന്ന് കസ്തൂർബയ്ക്ക് 14 വയസ്സുണ്ടായിരുന്നു. ഗാന്ധിജി പഠനമൊക്കെ മെട്രിക്കുലേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കോളേജിൽ ചേരുകയും പിന്നീട് കുറച്ച് കാലം കോളേജിൽ പോയതിന് ശേഷം അദ്ദേഹം നിയമം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തേക്ക് പോവുകയും ചെയ്തു. ഏത് രാജ്യത്തേക്കാ? ലണ്ടൻ. ലണ്ടനാണ്. രാജ്യത്തിൻ്റെ പേരെന്താ? ഇംഗ്ലണ്ട്. 1888 അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. പിന്നീട് നിയമ പഠനമൊക്കെ കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്ത്യയിൽ കുറച്ച് കാലം അദ്ദേഹം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തു. പിന്നീട് പക്ഷേ അദ്ദേഹത്തിന് ഒരു കമ്പനിയുടെ വക്കീലായിട്ട് ഒരു രാജ്യത്തേക്ക് ക്ഷണിച്ചു. ഏത് രാജ്യത്തേക്കാണ് ഗാന്ധിജി തൊഴിലിനായിട്ട് പോയത്? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്ക അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക. 1893 പോകുന്നത്. ഏത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് പോയെന്നറിയാം? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. യെസ്, ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. പിന്നീട് അവിടെ എത്തിയപ്പോൾ, സൗത്ത് ആഫ്രിക്കയിൽ എത്തിയപ്പോൾ അവിടുത്തെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളൊക്കെ കണ്ട് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കുന്നുണ്ട് അവിടെ സൗത്ത് ആഫ്രിക്കയിൽ. എന്താ അതിൻ്റെ പേരെന്നറിയാം? നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. 1894 ഉണ്ടാക്കുന്നത്. നേറ്റാൾ എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി അവിടെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടൊരു പത്രം തുടങ്ങുന്നുണ്ട് 1903. പത്രത്തിൻ്റെ പേരറിയോ? ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ. ഏത് ഭാഷയിലാണ് അത് തുടങ്ങിയെന്നറിയോ? ഇല്ല. ഇംഗ്ലീഷ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിൽ 1904 ഒരു ആശ്രമം സ്ഥാപിക്കുന്നുണ്ട്. അതിൻ്റെ പേരറിയാം? ഫീനിക്സ്. എന്താ? ഫീനിക്സ് ആശ്രമം. പിന്നീട് ഇതേപോലെ തന്നെ 1910 അദ്ദേഹം ജോഹന്നാസ്ബർഗിൽ, സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വേറെ ഒരു ആശ്രമം സ്ഥാപിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ പേര്? ടോൾസ്റ്റോയ്. എന്തുകൊണ്ട് ആ പേര് വന്നതെന്നറിയാം? ടോൾസ്റ്റോയ് ഫാം. ഇല്ല. അന്നത്തെ ഗാന്ധിജിയായിട്ട് കത്തിടപാടൊക്കെ ഉണ്ടായിരുന്ന, ഗാന്ധിജി ആരാധിച്ചിരുന്ന ഒരു സാഹിത്യകാരനായിരുന്നു, റഷ്യൻ സാഹിത്യകാരനായിരുന്നു ലിയോ ടോൾസ്റ്റോയ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ആ ആശ്രമത്തിന് നൽകിയത്.